ഹായ് ഗൈസ്, എം ടെ ഗെയിമേഴ്സ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പാത്ത് വേയെ എങ്ങനെ ടെറാഫോം ചെയ്തെടുക്കുക എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പാത്ത് വേ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനായി ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ചെയ്യരുത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ത് സംഭവം എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയി ഞാൻ പാത്ത് വേ മര്യാദക്ക് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ പാത്ത് വേക്ക് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഗൈസ്. ഒരു ക്രോസ് ലൈൻ ആയിട്ടായിരിക്കണം പാത്ത് വേ ഉണ്ടാവുക ഗൈസ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ പാത്ത് വേ ഉണ്ടാക്കട്ടെ. എന്നിട്ടതിന് ടെറാഫോമൊക്കെ ചെയ്ത് എങ്ങനെയാണ് ടെറാഫോം ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതൊരു സിമ്പിളായിട്ടുള്ള പാത്ത് വേ. ഇത് ബ്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന പാത്ത് വേ ടെറാഫോം ചെയ്യുന്ന വീഡിയോ അല്ല, ജസ്റ്റ് സാധാരണ പാത്ത് വേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. ജസ്റ്റ് ഈ പാത്ത് വേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യാം. പാത്ത് വേ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ഥലത്ത് തുളയിട്ട് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനിതിന് യൂസ് ചെയ്യുന്ന മെയിൻ സാധനങ്ങൾക്ക് ഒന്ന് കോബിൾ സ്റ്റോണ്, പിന്നെ ഗ്രാവൽ യൂസ് ചെയ്യും, പിന്നെ ഡയറൈറ്റ്, ഗ്രാനൈറ്റ്, അഡൻസൈറ്റും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ തുളയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മാത്രമല്ല ഗ്രാവലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് മൊത്തം അങ്ങ് ഈ പാത്ത് വേ ടെറാഫോം എടുക്കണം. ഓക്കെ എന്നിട്ട് ഗ്രാനൈറ്റ് വെക്കണം. അങ്ങനെ ഒരു വക ഫുൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, കോബിൾ സ്റ്റോണും ഉണ്ട്, പിന്നെ കോബിൾ സ്റ്റോണും എടുത്ത് വെക്കാം. കാണാൻ നല്ല രസമായിരിക്കും. എൻ്റെ വേൾഡ് പോയി ഞാൻ സാധാരണ കളിക്കുന്ന എൻ്റെ വേൾഡിൽ നിങ്ങൾ കാണാം ഫുള്ള് ടെറാഫോം ചെയ്തിരിക്കുകയാണ്. പാത്ത് വേസൊക്കെ ഒരുമാതിരിയാണ് ഗൈസ്. അപ്പോൾ അടുത്ത് ചെയ്യുന്നതിവിടെ ലാൻഡേൺ വെക്കാനുള്ള ഒരു ഫെൻസിങ് വെച്ച് കൊടുക്കാം. ലൈറ്റിനാണ്. പിന്നെ ഒരു കാണാൻ നല്ല ഭംഗിയായിരിക്കും രാത്രിയൊക്കെ ആകുമ്പോൾ. ഓക്കെ, ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റ് കണക്കിനുള്ള സംഭവം. എന്നിട്ട് ഞാൻ എൻ്റെ ലാൻഡേൺ എടുക്കട്ടെ. ലാൻഡേൺ എടുത്ത് മേലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അയ്യോ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ക്രീപ്പർ കിടക്കുന്നുണ്ട്, അതിനെങ്ങനെയെങ്കിലും കൊല്ലണം. യെസ്, പിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സൈഡായിട്ട് കുറച്ച് മരവും ബ്രിക്സും അങ്ങനെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ സൈഡായിട്ട്. ഒക്കെ ഒരു ബോർഡറായിട്ട് ഞങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു ഡിസൈൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എൻ്റെ തന്നെ ചെയ്യണമെന്നില്ല. ഇത് പല യൂട്യൂബേഴ്സിനും കണ്ടിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പഠിച്ചത്. ഓക്കെ, എന്നിട്ട് ബ്രിക്ക് എടുക്കുന്നത്, സ്റ്റോൺ ബ്രിക്ക് എടുക്കുക, ചെയർ എടുക്കുക, നല്ല ഡിസൈൻ. ഓക്കെ, പിന്നെ ഒരു സ്ലാബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലാബിന് മുമ്പ് ഒരു കോബിൾ സ്റ്റോൺ ഇവിടെ വെച്ച് അതിന് മേലെ സ്റ്റോൺ ബ്രിക്ക് സ്ലാബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വെച്ചെടുത്ത് മരത്തിൻ്റെ മേലെ. അപ്പോൾ ഒരു പാറ്റേണിലാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു പാറ്റേണായി തുടരട്ടെ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാം. ഈ ക്രീപ്പർ അലമ്പ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്യുക, ഈ മരങ്ങളൊക്കെ സ്ട്രിപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും കാണാൻ. മരങ്ങളൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും.
ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. അത് ബോറായി തോന്നിയാൽ ഞാൻ അതിന് മാറ്റം കിട്ടും. ഞാനിതിൻ്റെ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെറിയ പാത്വേ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിനെ വലുതാക്കാൻ പറ്റുന്നതാണ്. എൻ്റെ വേൾഡ് എടുത്ത് കാണേണ്ട നോക്കിയാൽ എൻ്റെ വലിയ പാത്വേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാം, ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ നമ്മൾക്ക് മാനുവലായിട്ടൊരു മരം വെച്ച് കൊടുക്കണം. ഓക്കെ, അതിന് മരം വെച്ച് കൊടുക്കുന്നത് മാത്രം എനിക്കത്ര അറിയൂല, അത്ര വലിയ അറിയില്ല. അപ്പോൾ അതിന് നിങ്ങൾ കോഫ് ഡേർട്ട് എടുത്ത് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കോഫ് ഡേർട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കുക. എന്നിട്ട് അപ്പം നിങ്ങളിങ്ങനെ മാനുവലായിട്ട് മരങ്ങളൊക്കെ ലോഗൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഇതെനിക്ക് അത്ര നന്നായി ഇതങ്ങ് ചെയ്യാനറിയില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് അവസാനമുള്ള മരത്തിൻ്റെ ആ ഒരു ഷോട്ടിന് മുമ്പുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ട്രീ ഇങ്ങനെയൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളൊന്ന് മാനുവലായി തന്നെ ലീവ്സൊക്കെ വെച്ച് കൊടുത്തു. അതിന് മേലെ ലാൻഡേണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ മരങ്ങൾക്ക് പകരം ലീഫും വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഷുഗർ കെയിന് വാട്ടർ ഇട്ട് കൊടുത്ത് അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിതിൻ്റെ ഫുള്ളൊന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു ട്രിക്കും കൂടി ഞാൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്ത ഒരു ടോർച്ചിന് പകരം ഇങ്ങനെ ഒരു ലാൻഡേൺ വെച്ച് അതിൻ്റെ മീത്തെ ഒരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, രാവിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മരം കസ്റ്റമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് നീല ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫ്ലവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ഫ്ലവർ ആഡ് ചെയ്തെടുത്താൽ മതി. വെറുതെ ഡെസേർട്ടിലൊക്കെ കിട്ടുന്ന ഫ്ലവർ അങ്ങനെ അവിടെ നിന്ന് കിട്ടൂല. എന്നാലും അങ്ങനെ കുറേ ദൂരം പോയി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഫ്ലവറോ റോസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ സൈഡിങ്ങനെ ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു പാത്വേ ഉണ്ടാക്കാം. ജസ്റ്റ് ഇതുപോലെ പാത്വയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിനാണൊരു ഭംഗി, ഇല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ല. ഫുള്ള് റോക്കൊക്കെ ഇട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു മാതിരിയാണ് ഗൈസ്. വേണമെങ്കിൽ കുറച്ച് പുല്ലൊക്കെ എടുക്കാം. ഇപ്പോൾ ഈ ബോർഡർ പിന്നെങ്കിലും ഭംഗി ഉണ്ടാക്കും. അപ്പോൾ ബോർഡർ വെച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ മരം വെച്ചിട്ട് അതിന് മേലെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാവുന്നതാണ്. സ്ലാബിന് പകരം നമുക്ക് ട്രാപ്പ് ഡോറും വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ട്രാപ്പ് ഡോറും വെച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചെയ്യുന്നത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു ഭംഗിക്ക് ഷുഗർ കെയിനും ഇങ്ങനെ വാട്ടറൊക്കെ വെച്ച് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ പാത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെറിയ പാത്ത് ഇങ്ങനെയൊക്കെ ഫാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വേൾഡ് തന്നെ കണ്ടാൽ മനസ്സിലായത് എൻ്റെ സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് കളിക്കുന്ന വേൾഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫുള്ള് കാണണം കേട്ടോ. ഫുള്ള് പാത്ത് ഒരു മാതിരിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഫുള്ള് ട്രീസും കാര്യങ്ങളും സൈഡ് അതും ഇതും പിന്നെ ഷുഗർ കെയിനും ഫ്ലവേഴ്സും ഗ്രാവൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു പ്ലാനിലൊന്നല്ല, ജസ്റ്റ് ഒന്നൊരു സ്റ്റോണൊക്കെ വിതറി കൊടുക്കുക. പിന്നെ ഒരു പാലും കൂടി ഇവിടെ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കാണണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.